ഇനി ഈ ഡിസംബർ മുതൽ അങ്ങോട്ടേക്ക് വേനലിലെ സമയം ആരംഭിക്കുകയാണ്. പഴയ കൃഷിരീതി തന്നെയാണ് ഇപ്പോഴും ഏലത്തിനുള്ളിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് എത്രമാത്രം ഒരു ചെറുകിട ഏലം കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതും ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് ഏലത്തിന് ഇന്നു മുതൽ അതിനുള്ള പരിചരണത്തിലേക്ക് മാറണം. അതിൻ്റെ തുടക്കമാണ് ആദ്യമായി ഏലം ഒരുക്കി ചുവട്ടിൽ ഏലത്തിനുള്ളിലെ ചപ്പും ചവറും മാറ്റി അകത്തും പുറത്തും മണ്ണിട്ട് കൊടുക്കുക എന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തട്ടയുടെ താഴെഭാഗത്ത് ബൾബ് പോലെ കാണപ്പെടുന്ന ഭാഗമില്ലേ, അത് മൂടുന്ന രീതിക്ക് വേണം മണ്ണിട്ട് കൊടുക്കാൻ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണിലെ കല്ലുകളും മറ്റുമൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ പറക്കി മാറ്റി ക്ലീൻ ചെയ്യണം. അങ്ങനെ കല്ലുകൾ പറക്കി മാറ്റുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏലത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ ചിമ്പും ചരവും പൊട്ടി വരുന്നതിന് ഈസി ആയിരിക്കും. ഈ രീതിയിൽ എൻ്റെ പറമ്പിലെ ചെടികൾക്ക് മണ്ണിട്ട് കൊടുക്കുന്ന ജോലിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം എൻ്റെ ചെടിക്ക് വേരുപുഴുവിൻ്റെ ശല്യം കൂടുതലാണ്. അതിനുള്ള മരുന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മണ്ണിട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത റൗണ്ട് വളം കൊടുക്കാൻ. ഒപ്പം വരുന്ന വേനലിനെ തടയാനായിട്ട് നനയും ചെയ്തു കൊടുക്കണം. വരാൻ പോകുന്ന ചൂടിനെ തടയാനായിട്ട് പുതിയ കൃഷിരീതിയോ മരുന്നോ നിങ്ങൾ ഏലം കർഷകരായിട്ടുള്ളവർ ഉപയോഗിക്കുന്നവരായി ഈ വീഡിയോ കാണുന്നവരുണ്ടോ എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.